കഴിച്ചവർ പറയുന്നു ഒരേ സ്വരത്തിൽ പൊളി സാധനം. ഹലോ, ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ എൻ്റെ പഴയ പാലാരിവട്ടം വീടൊക്കെ വിട്ട് കേട്ടോ, അതൊക്കെ മാറിയിട്ട് തമ്മനത്താണ് ഞാൻ. തമ്മനത്തതാ നമ്മളെ അടിപൊളി ഒരു വീടുതാ നമ്മൾ ഹോസ്റ്റലിന് വേണ്ടി സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി. 2 ആഴ്ചയായിട്ട് ഇതിൻ്റെ പ്രയത്നത്തിലായിരുന്നു. പിള്ളേരൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുക്കിംഗ് വീഡിയോയും കൂടി ഉണ്ട്. എൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ പുൽക്കൂടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദേ നമ്മളിന്ന് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ചിക്കൻ ഫുള്ളായിട്ട് നല്ല രസമുള്ളതാണ്, നല്ല ഇങ്ങനെ അലുത്ത് വരും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചിക്കൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അവനെ കഴുകി നല്ല റെഡിയാക്കി, അവൻ്റെ ചിറകും കഴുത്തുമൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ. അപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനാവശ്യമായത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനാവശ്യമായത് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി, ഗരം മസാല, വിനാഗിരി, കുറച്ച് വറ്റൽമുളക്, അതായത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ കഷ്ണിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, നമുക്കത് അരയ്ക്കാനുള്ളതാണ്. ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, എണ്ണ, ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വറ്റൽമുളക് ഞുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു 6-7 മുളക് കേട്ടോ. അതിലോട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വിനാഗിരി ഏതാണോ ഇതാണ് അല്ലേ, വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതേ കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കാം നമുക്ക് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാമേ. ഇതിവിടെ ഇരുന്നൊന്ന് കുതിരട്ടെ. അപ്പോൾ ഇത് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കനെ നല്ലപോലെ നമ്മുടെ ഈ കത്തി വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ കുത്തി കൊടുക്കാം. നമുക്കിതിൻ്റെ അകത്തേക്ക് നല്ലപോലെ ഉപ്പും മുളകൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുത്തി കൊടുക്കാം. ഇത് ഞാൻ സ്കിന്നോടെ കൂടിയായിരുന്നു മേടിച്ചത് കേട്ടോ. പക്ഷേ സ്കിന്ന് കണ്ടപ്പോൾ എനിക്കൊരു വൃത്തിയാണ്, അതുകൊണ്ട് ഞാനതങ്ങ് ഉരിച്ചു കളഞ്ഞു. ശരിക്കും സ്കിന്നോട് കൂടിയുള്ളതാണ് നല്ലത്, പക്ഷെ ഞാൻ അത് കളഞ്ഞു. നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ അകത്തേക്ക് നല്ല മുളകും ഉപ്പും ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ കുത്തി റെഡിയാക്കി വെച്ചു. നമ്മുടെ മുളക് ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു പേസ്റ്റ് ആക്കണം. മിക്സിയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ സ്പൂൺ എടുക്കാതെ വന്നു, സാരമില്ല, ഇങ്ങോട്ട് ഇടാം. ആവശ്യത്തിന് ഉപ്പ് കേട്ടോ, നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടാം. നമുക്ക് ഈ വിനാഗിരിയും വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുളകോടെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് അരച്ചിട്ട് ഓടി വരാം കേട്ടോ. മുടി അരച്ചിട്ട് എളുപ്പം വരാം. നല്ല പേസ്റ്റ് പോലെ നമ്മുടെ കണ്ടോ മസാല എല്ലാം അരച്ച് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം അല്ലേ. ഇത് ചിക്കനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. കൈ കൊണ്ടാണ് തേക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ കൈ കൊണ്ട് തേക്കും, ഞാൻ പിന്നെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചിക്കനേൽ ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കേ ഇത് 1 മണിക്കൂറെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിലൊന്ന് വെക്കണം. നമുക്ക് വെച്ചിട്ട് വരാം. അതെ, ഞാൻ എടുത്തോളൂ. 1 മണിക്കൂർ കൂടുതലായി കണ്ടാ, നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഇനി നമുക്ക് പിന്നെ ഇങ്ങനെ ഈ കുക്കറിലേക്ക് ഇറക്കി വെക്കണം. ഞാൻ ഇറക്കി വെക്കട്ടെ, 2 കൈ കൊണ്ട് എടുത്ത് വെക്കട്ടെ. കുക്കറിൽ കൊള്ളുവോ? അങ്ങനെതാ നമ്മൾ കുക്കർ അടക്കിയാണ് കേട്ടോ. നമുക്കിനി ഇവനെ നമ്മുടെ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് വെച്ചു കൊടുക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. പിന്നെ വെന്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്രയും നാളും പാലാരിവട്ടത്തായിരുന്നു. ഞാൻ പാലാരിവട്ടം വിട്ടു, 5 വർഷം അവിടെ നടത്തി കേട്ടോ. അപ്പോൾ നമ്മൾ തമ്മനത്ത് വന്നെടുത്തു. നല്ല അടിപൊളി വീട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു നാടൻ രീതിയാണ്, അതായത് ഓടാണ്, മച്ചും ഒക്കെ നല്ല, അതിൻ്റെ അകത്ത് കയറി നല്ല കൂളിംഗ് ആണ് കേട്ടോ. നമുക്ക് ഫാനൊന്നും ആവശ്യമില്ല, നല്ല തണുപ്പോടെ കൂടി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ നല്ല പുതിയ സൈസിലെ ബാത്റൂമുകൾ എല്ലാം നിങ്ങളെ ഞാനൊരു ദിവസം വീടിനകം ഫുള്ള് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്കഷൻ കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണേലും എറണാകുളത്ത് ഡെയിലി റെൻ്റായിട്ടോ അല്ലാതെ കണ്ട് മന്ത്ലി ആയിട്ടോ എങ്ങനെ വേണേലും വന്ന് നിൽക്കാനായിട്ട് നമുക്കിവിടെ സൗകര്യമുണ്ട്. അപ്പോൾ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, എല്ലാവർക്കും വരാം. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിലൊരു വീടുണ്ട്, അത് നമ്മൾ ഉടനെ എടുക്കുന്നുണ്ട്. അതും കാലിയായി വരുന്നുണ്ട്, ആൾക്കാർ മാറി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കാനാണ്. എങ്ങനെയായാലും ഒരു 10-150 പേർക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ വരിക. ഓക്കെ,
അപ്പൊ നമ്മുടെ ചിക്കൻ വേവട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തത് കാണാം. ചിക്കൻ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് വാങ്ങി വെക്കാം. ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഈ പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നല്ലതാ, നോക്കിക്കേ, നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. വെന്തു, ആദ്യം കുക്കറിലിരുന്ന് വെന്തു, അത് കഴിഞ്ഞ് നമ്മളിതാ എണ്ണ ഒഴിച്ച നമ്മുടെ ഫ്രൈ പാനിനകത്ത് വെച്ച് നല്ല റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് നമ്മുടെ ഈ ഗ്രേവി ഇതിലൊഴിച്ചിട്ട് ഒരു സോസ് ആക്കി എടുക്കണം. അതാണ് ഇനി നമ്മുടെ അടുത്ത പ്ലാൻ. അപ്പോൾ നമുക്ക് ഇവനെ എടുത്ത് മാറ്റിയാലോ? നല്ല ചൂടാണ് കേട്ടോ, നമുക്ക് നോക്കാം. പിടിച്ചെടുത്താൽ ചിലപ്പോൾ അവൻ ഇറന്നും പോരും, അതും ഒരു പേടിയുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് നമ്മുടെ ഈ സോസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം, ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോസൊക്കെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ കുക്കിങ് ഇങ്ങനെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കതാ ഈ പ്ലേറ്റിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി. തൊട്ട് പേടിച്ചിട്ടാ ചെയ്യുന്നത് കേട്ടോ, ഇറന്നു പോവും, അതുപോലെ പരിവായി. അപ്പൊ വായോ, നമ്മുടെ ടേസ്റ്റർമാർ എല്ലാരും വായോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. വരൂ, എല്ലാരും വീട്ടിൽ പോയി കേട്ടോ. 1-2 പേരൊക്കെ ഉള്ളൂ, 2-3 പേരേ ഉള്ളൂ. ആകെ നമുക്ക് 5-6 കുട്ടികളായിട്ട് ആ വെക്കാലോ. എന്താ മായോ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കോ കുട്ടി. കാലിലോട്ട് പിടിച്ചോട്ടെ. ആ പിന്നെ പൊട്ടിക്കല്ലേന്നോ? പൊട്ടിച്ചു. ക്ഷമിക്കണോ, കാലിയാണെടുത്തു. ആ ഗ്രേവിയിലിട്ട് മുക്കി, പൊറോട്ടയും കൂടെ മുക്കി. കഴിച്ചവർ പറയുന്നു ഒരേ സ്വരത്തിൽ പൊളി സാധനം. സൂപ്പർ അല്ലേ? നല്ല ഗ്രേവി അല്ലേ? നല്ല സോസ് ഒക്കെ നല്ല ടേസ്റ്റ്. കട്ട് ഒന്ന് കഴിച്ചോ, എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അത് തന്നെ ചിക്കനും കൂടെ അങ്ങനെ എടുത്തിട്ട് എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കൂലേ? ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട്, ക്രിസ്മസിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ ബൈ. ആരെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ടേക്ക് പോരുക. ഓക്കെ ബൈ.